പ്രീതീസ് മന്ന കിച്ചണിലൂടെ പലതരത്തിലുള്ള അപ്പം നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞു. ഈസ്റ്റർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈസ്റ്ററിനൊരു ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും ഒരപ്പം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ അപ്പത്തിൻ്റെ പ്രത്യേകത ഇത് പഴം ചേർത്തുകൊണ്ടുള്ള അപ്പമാണ്. ചേർത്തുള്ള അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് പച്ചരി, കുതിർത്ത പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നേരം കുതിർത്തെടുത്ത പച്ചരിയാണ് നമുക്ക് ആവശ്യം. ഇത് 2 കപ്പ് പച്ചരിയാണ്, അതായത് 1/2 കിലോ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഈസ്റ്റ് 1/2 കിലോയ്ക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് നമുക്ക് വേണ്ടിയത്. 1 കിലോ അരിക്ക് 1 ടീസ്പൂണും 1/2 കിലോ അരിക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടിയത്. അതുപോലെ തേങ്ങ, ഒരു തേങ്ങ 1/2 കിലോയ്ക്ക് 1 തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അരമുറി തേങ്ങയെങ്കിലും നിർബന്ധമായിട്ടും ഇതിലേക്ക് ചേർക്കണം. കൂടുതൽ തേങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ രുചി കിട്ടുക. അതുപോലെ ഇത് ചെറിയ പൂവൻ പഴമാണ്, 8 എണ്ണം 1/2 കിലോയ്ക്ക്. വലിയ റോബസ്റ്റ പോലുള്ള വലിയ പഴമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിതിൻ്റെ എണ്ണം കുറച്ചെടുക്കണം. ഇത് തീരെ ചെറിയ പഴം ഇതുകൊണ്ടല്ലേ, തീരെ ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി 3 അല്ലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം, ഒരു 10-12 എണ്ണം 1/2 കിലോയ്ക്ക് വേണ്ടിയിട്ട് ചേർക്കാൻ കുഴപ്പമില്ല. അതുപോലെ ജീരകം 1 ടീസ്പൂൺ ജീരകം, ഉപ്പ് ആവശ്യത്തിന്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. പഴം ചേർത്തുള്ള അപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം ഒഴിച്ചത് ലൂസാക്കി കളയരുത്. നമ്മൾ കള്ളപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ അരയ്ക്കുന്നത് പോലെ അരി അരച്ച് ഈസ്റ്റും ചേർത്ത് കുറുക്കും ചേർത്ത് വേണം വയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ സാധാരണയായിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ 1 കിലോയ്ക്ക് 3 തവി കുറുക്കാണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം ചേർത്തുള്ള അപ്പം തയ്യാറാക്കുമ്പോൾ കുറുക്ക് ഒരുപാടായി കഴിഞ്ഞാൽ പഴവും ഈ കുറുക്കും എല്ലാം കൂടി ആയിട്ട് കുഴഞ്ഞിരിക്കും, അപ്പത്തിന് ഒട്ടലുണ്ടാവും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കുറുക്കിൻ്റെ അളവ് കുറയ്ക്കണം. 3 തവി എന്നുള്ളത് 2 തവിയാക്കി കുറയ്ക്കണം. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇതിന് ചോറ് ചേർത്താലും കുഴപ്പമില്ല. ചോറാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് ചോറ് നിങ്ങൾക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പം എനിക്ക് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. അരി അരച്ച് കുറുക്കിനുള്ളതും എടുത്ത് കുറുക്കിയതിന് ശേഷം ഈസ്റ്റും ചേർത്ത് പുളിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിതിനെ അരി അരച്ച് പുളിക്കാനായിട്ട് വയ്ക്കാൻ പോവുകയാണ്. ഇനി ബാക്കി മാവ് പുളിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ അരച്ച് ഇതിലേക്ക് ചേർക്കുക. ഇത് കറി കൂട്ടി കഴിക്കുന്ന അപ്പമാണ്. ഇതിന് സ്റ്റൂ ഐറ്റംസ് ഈ അപ്പത്തിന് ചേരത്തില്ല. മസാലക്കറികൾ, ഫ്രൈഡ് ഐറ്റംസൊക്കെ നന്നായിട്ട് യോജിക്കും. അരച്ച് വെച്ച മാവ് ഇങ്ങോട്ട് ഒഴിക്കാം. ഞാൻ ഇതിനകത്ത് കുറുക്കിയല്ല ചേർത്തിരിക്കുന്നത്, 1 കപ്പ് ചോറാണ് ചേർത്തിരിക്കുന്നത്. ഇതുണ്ട്, നന്നായിട്ട് കുറുകിയാണ് ഈ മാവിരിക്കുന്നത്. ഈസ്റ്റും ചേർത്തു, ചോറരച്ചതും ചേർത്തു. ഞാൻ ഈസ്റ്റ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാറില്ല, അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈസ്റ്റ് ചേർത്തരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത്ര അരച്ച വെള്ളവും എല്ലാം കൂടെ കഴുകിയെടുത്തതെല്ലാം കൂടെ 250 ml വെള്ളമാണ് ഞാൻ ഇപ്പത്തിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും കുറുകിയാണ് ഈ മാവ് ഇരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് നാളെ ചേർക്കാം. അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ച് ഇതിപ്പോൾ ഞാൻ ഓൾ നൈറ്റ് വെച്ചിരുന്നതാണ്, ഇപ്പോഴും പുളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് പൊങ്ങി വരുന്നുണ്ട്. അരി അരച്ച് ചോറും അരച്ച് ഈസ്റ്റും ചേർത്ത് വെച്ചിരുന്നതാണിത്. ചോറിന് പകരം കുറുക്ക് ചേർക്കാം, പക്ഷെ കുറുക്ക് വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. നമുക്കൊന്ന് ഇളക്കാം. നന്നായിട്ട് പതഞ്ഞായിരിക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ളൊരു വിദ്യ എന്ന് പറയുന്നത്, മാവ് പുളിച്ച് പൊങ്ങി വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വീണ്ടും മാവ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടിയിലുള്ള മാവ് മുഴുവനും പതയായിട്ട് മാറും ഇങ്ങനെ. അപ്പോൾ അത് പൊങ്ങി തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ അരി അരച്ച് വെക്കുന്നവരാണെങ്കിലോ നേരത്തെ തന്നെ നിങ്ങൾക്കത് കിടക്കുന്നതിന് മുമ്പ് തന്നെ പൊങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തൊന്ന് ഇളക്കി വെച്ച് കിടക്കാം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഒന്നും കൂടി ഇളക്കുക. പിന്നീട് അപ്പം ചുടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നില്ല ആരും സ്ട്രെയിറ്റ് നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അപ്പം ചുടാനായിട്ട് പോകും. കാരണം അതിനുള്ള കറിയൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അപ്പം ചുടുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതൊന്ന് ഇളക്കി വെച്ചിട്ടാണ് പോയത്. അതിന് ശേഷം
ഇപ്പം ഞാൻ വന്ന് വീണ്ടും ഇളക്കി. ഇനി ഇപ്പം കണ്ടില്ലേ മാവ് താന്നു പക്ഷെ താന്നെങ്കിൽ നന്നായിട്ട് പതഞ്ഞാണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ കാരണം ഇതിപ്പോൾ നമ്മൾ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ അപ്പം മാത്രമല്ല കേട്ടോ, ഏതൊരപ്പവും പാലപ്പം ആട്ടെ വെള്ളയപ്പം കള്ളപ്പം ഏതപ്പമാണേലും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പദം മാത്രമായിട്ട് കോരിയെടുത്ത് ഏറ്റവും ഒടുവിലത്തെ അപ്പം ചുടുമ്പോൾ പോലും നല്ല മയത്തിലുള്ള അപ്പം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പണ്ടൊക്കെ അമ്മച്ചിമാർ പറയല്ലേ മേലിൽ നിന്ന് വേണം അപ്പത്തിന് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ നന്നായിട്ട് അപ്പം കിട്ടത്തില്ലെന്ന്. കാരണം നമ്മളങ്ങനെ പൊങ്ങി വരുന്ന അപ്പത്തിന് തൊടാറില്ലായിരുന്നു. ആ പൊങ്ങിയിരിക്കുന്ന മാവിനെ അങ്ങനെ വെച്ച് നമ്മൾ ഇളക്കുന്നെന്ന് പറഞ്ഞ് ചുടുന്നതിന് മുൻപ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്, പക്ഷേ വീഡിയോസിൽ പറയാനായിട്ട് മറന്നുപോയി. പിന്നീട് ഓർക്കും, എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓർക്കാറുണ്ട്, പക്ഷേ മറന്നുപോയി അങ്ങനെ ചെയ്യാൻ. അതേസമയം നമ്മളിങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, വ്യത്യാസം നമുക്കതിന് മനസ്സിലാവും. അതുപോലെ കുറുക്ക് ചേർത്തും ചോറരച്ചും ഒക്കെ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ ചോറ് അരയ്ക്കാനായിട്ട് കാരണം ചോറരച്ചാൽ മതി, നമുക്ക് ഏതൊരപ്പം തയ്യാറാക്കാനാണ് ചോറരച്ചാൽ മതി. പക്ഷേ കുറുക്ക് ചേർക്കുന്നതിന് രുചി വ്യത്യാസമുണ്ട്, നല്ല രുചിയാണ് കുറുക്ക് ചേർക്കുന്ന അപ്പത്തിന്. അപ്പം നിങ്ങളത് ആ വ്യത്യാസം നിങ്ങളും ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പം പഴം ചേർക്കുന്നത് കൊണ്ടും ചോറരച്ച് ചെയ്യാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചോറരച്ചത്. ഇനി ഇതിവിടെ ബാക്കി നമുക്ക് കൂട്ടുണ്ടല്ലോ, നമ്മുടെ തേങ്ങ, ജീരകം, ഉപ്പ്, പഞ്ചസാര, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പഴം, ഇത്രയും സാധനങ്ങളൊന്നിച്ച് നമുക്ക് അരയ്ക്കണം. തേങ്ങ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. പക്ഷെ തേങ്ങ ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പഴം കൂടെ ചേർത്തു. ഇത് പഴം നന്നായിട്ട് അരച്ച് ചേർത്താണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. പഴം അരയ്ക്കുമ്പോഴോ തേങ്ങ അരയ്ക്കുമ്പോഴോ ഒന്നും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ ആദ്യമേ ജീരകം ഉള്ളി എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കുക. അതിനുശേഷം തേങ്ങ അതിലേക്കിട്ട് ഒതുക്കിയെടുക്കുക. അത് നമ്മുടെ മാവിലേക്ക് ചേർത്തതിന് ശേഷം പഴം തന്നെത്താനെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ പഴം തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പം പഴം ഇച്ചിരി ലൂസായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അരച്ച് പഴം തന്നെ അരയ്ക്കുകയാണെങ്കിൽ ഒരല്പം ലൂസായിട്ട് നമുക്ക് കിട്ടും. ഈ പാത്രത്തിലേക്ക് വീഴുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് മനസ്സിലാവും. ഒരുപാട് മുറുകിയല്ല ഇരിക്കുന്നത്, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ അപ്പം ചുട്ടെടുക്കാനായിട്ട് പാകമാണ്. അതേസമയം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് റൈസ് ചെയ്യും. നന്നായിട്ട് പൊങ്ങി കഴിയുമ്പോൾ ചുട്ടെടുക്കുകയാണെങ്കിൽ കൂടുതൽ മയം കിട്ടും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് നോക്കണം? ഉപ്പ് നോക്കണം, മധുരം നോക്കണം. ഇതാണ് നമ്മുടെ സാധാരണ അപ്പത്തിനെടുക്കുമ്പോൾ നല്ല വെളുത്ത കളറ്. ഇനിയിപ്പോൾ ഞാൻ ഇത് നാടൻ പച്ചരി കൊണ്ട് അരയ്ക്കുന്നതാണ്, എന്നാൽ പോലും അതിനൊരു കളറ്, ഒരു ശക്കലം കളർ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയാം, പഴം ചേർക്കുന്നതിൻ്റെ ആ കളർ വ്യത്യാസമാണ്. പഴവും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു അല്പം നേരം കൂടി ഒരു അരമണിക്കൂർ ഞാനങ്ങനെ വെച്ചിരുന്നു. അപ്പം ഞാൻ 2 പ്രാവശ്യം ഇതിനിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ ഗുണം എന്താണെന്ന്. നല്ല പതഞ്ഞിരിക്കും. ഏത് അപ്പം ഉണ്ടാക്കിയാലും നിങ്ങളിങ്ങനെ ചെയ്യുക, നല്ല മയമുള്ള അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ ഇതിനകത്ത് പദം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ അടിയിലിരിക്കുന്ന മാവ് ഇടിയൂറി പോവുക എന്ന് പറയും. അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഈ പത കാണത്തില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പം മയം ഉള്ളതായിരിക്കുകയില്ല. അപ്പമായാലും ദോശയായാലും ഏതായാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മയമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കാം. പിന്നെ ഈ അപ്പം നമ്മൾ ചുട്ടെടുക്കേണ്ട രീതി എന്ന് പറയുന്നത്, നല്ല ചൂടുള്ള പാനിലേക്ക് മാവ് ഒഴിക്കുക. തന്നെ നിരക്കും കുറച്ച്, പക്ഷെ എന്നാലും ഒരല്പം തവിയോണ് നടുക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് അമുക്കുക. പരത്തരുത്, ജസ്റ്റ് ഒന്ന് അമുക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുൾ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമ്മൾ പറയല്ലേ പടപടയെന്ന് മറിച്ചിടണമെന്ന് എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ നമ്മളിത് മറിച്ചിട്ട് അപ്പം ചുട്ടെടുക്കണം. ഒരുപാട് നേരം അടുപ്പയിൽ വെച്ച് അത് ഉണങ്ങിയിരിക്കും. ഉണക്കി കളയരുത്. നല്ല ചൂടുള്ള
പാനിലേക്ക് തന്നെ ഒഴിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാന് നോൺ സ്റ്റിക്ക് ആണ്, അത് പുതിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നന്നായിട്ടിരിക്കില്ല. കാരണം തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അവനവനറിയാമല്ലോ നമ്മുടെ പാത്രങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അവനവനറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഈ അപ്പം ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ദോശക്കല്ലിൽ, ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുട്ടെടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ ഈ അപ്പം മൊരിഞ്ഞിരിക്കണം, അല്ലാണ്ട് വെളുത്തിരുന്ന് കഴിഞ്ഞാൽ നല്ലതല്ല. മൊരിഞ്ഞിരിക്കണം. ഇനി നമുക്കിത് മറിച്ചിടാം. പെട്ടെന്ന് മറിച്ചിടണം, അല്ലാതെ സാധാരണ നമ്മൾ പതുക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ അങ്ങനെ വെക്കരുത്. അതുപോലെ പുറം മൊരിയ തന്നെ ചെയ്യണം. മൊരിയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രുചി കിട്ടത്തില്ല. കരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന അപ്പമാണ് എനിക്കിഷ്ടം. ടേസ്റ്റും കൂടുതൽ അങ്ങനെയുള്ള അപ്പത്തിനാണ്. നിങ്ങൾക്ക് എൻ്റെ അപ്പത്തിൻ്റെ വീഡിയോ ക്ലിപ്സ് കണ്ടാൽ മനസ്സിലാവും. മുട്ടയപ്പം ഒഴികെ ബാക്കി എല്ലാ അപ്പവും ഞാൻ മൊരിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിന് എനിക്ക് സ്വാദ് കൂടുതൽ അങ്ങനെ മൊരിച്ചെടുക്കുമ്പോഴാണ്. പാലപ്പമൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്ക് നമ്മൾ ഓർഡറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊരിയാത്ത പാലപ്പമാണ് കിട്ടുക. അതായത് വെളുത്തിരിക്കുന്ന പാലപ്പം കിട്ടും, അടിവശം മൊരിയാത്തത്. എനിക്ക് അങ്ങനത്തെ പാലപ്പത്തിന് യാതൊരു രുചിയും തോന്നാറില്ല. അതേസമയം നമ്മളൊരല്പം മൊരിച്ചെടുക്കുന്നതിന് നല്ല സ്വാദുണ്ട്. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഈ അപ്പം ഉണ്ടല്ലോ, അധികം നേരം ഇടാണ്ട് പെട്ടെന്ന് ഒന്ന് മറിച്ച് ഇട്ടെടുക്കണം. ഇതിൻ്റെ മയം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് ചുരുട്ടി നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് അപ്പമാണ്. ഇത് കണ്ടോ ഇതിനകമൊക്കെ. അപ്പോൾ ഈ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 കിലോയ്ക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കറി കൂട്ടി കഴിക്കാനുള്ളവർക്ക്, മധുരം വേണ്ടാത്തവർക്ക് അപ്പം ഇത്രയും പഞ്ചസാര മതി. അതേസമയം കറി വേണ്ട, നിങ്ങൾക്ക് കറി വേണ്ടാതെ ഉണ്ടാക്കാനാണെങ്കിലും കറി കൂട്ടി കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല, 6 മുതൽ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് 2 കപ്പ് അരിക്ക് അല്ലെ 1/2 കിലോ അരിക്ക് ചേർക്കാവുന്നതാണ്. ഞാനിത് തിന്നാൻ തുടങ്ങിയ നോൺ സ്റ്റോപ്പ് കഴിക്കുന്ന ഒരു അപ്പമാണ്. ഇതിനൊരു കറിയുടെയും ആവശ്യമില്ല. ഈ അപ്പം കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ കൈയൊന്നും മണക്കണം. എന്താ മണമെന്നറിയാമോ? ഭയങ്കര രുചിയാണ്. ഇത് കഴിക്കാത്തവർ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞിട്ട് ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്കിത് ഉണ്ടാക്കി തന്നു, ഞങ്ങൾ സ്വാദ് നോക്കട്ടെ, അതിന് ശേഷം ഇതിൻ്റെ മറുപടി പറയാമെന്ന്. അതൊരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എന്നെ അറിയാവുന്ന എൻ്റെ തൊട്ടടുത്തുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് പേരൊക്കെ കഴിക്കാറുണ്ട്. അല്ലാണ്ട് എല്ലാവരെയും വിളിച്ച് എനിക്കിപ്പം ഇത് സ്വാദ് നോക്കാൻ തരാൻ പറ്റില്ലല്ലോ. അതിന് പകരം ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ അപ്പത്തിൻ്റെ ഗുണം, ഇത് നമ്മൾ രാവിലെ മുതൽ വൈകോളം ഇത് ഈ സാധനം ഇരുന്നാൽ, ഈ അപ്പം ഇരുന്നാൽ ഉണങ്ങിപ്പോകത്തില്ല. നല്ല മയത്തോടു കൂടി അങ്ങനെ ഇരിക്കും. ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കയ്യിലൊക്കെ കൊണ്ടുപോയാൽ അങ്ങനെ തന്നെ അതിരുന്നോളും. അപ്പോൾ ഈസ്റ്ററിന് ഒരു വ്യത്യസ്ത രുചിയുള്ളൊരപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേർക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching Preethi's Manna Kitchen.